ഹായ് മക്കളെ, 5ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 2ാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമായിട്ടുള്ള ആര്യ ഇൻ ദ കോക്ക്പിറ്റ് എന്നുള്ള പാഠഭാഗമാണ്. ഈ പാഠഭാഗവും ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നേരെ നമ്മുടെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. Let's read the story of a girl who dreamed of becoming a pilot. ഒരു പൈലറ്റ് ആവാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു സ്റ്റോറി നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ആ ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ആരാണ് ആ പെൺകുട്ടി? ആര്യ. ഓക്കെ, ആര്യ ഇൻ ദ കോക്ക്പിറ്റ്. കോക്ക്പിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈലറ്റുമാരിരിക്കുന്ന സീറ്റിന് പറയുന്ന പേരാണ് കോക്ക്പിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റോറി വായിച്ചു നോക്കാം. ആര്യ ഓൾവേസ് വാണ്ടഡ് ടു ഫ്ലൈ. ആര്യയ്ക്ക് എപ്പോഴും പറക്കണമായിരുന്നു. When she was 4 years old, she wanted to be റോസമ്മ. അവൾ 4 വയസ്സായപ്പോൾ അവൾക്ക് റോസമ്മയെ പോലെ ആവണമായിരുന്നു. ആര്യ സോ ഹെർ അറ്റ് ദ സർക്കസ്. എവിടെ നിന്നാണ് റോസമ്മയെ അവൾ കണ്ടിട്ടുള്ളത്? സർക്കസിൽ നിന്നാണ് കണ്ടിട്ടുള്ളത്. റോസമ്മ വാസ് എ ഡ്രാപ്സ് ആർട്ടിസ്റ്റ്. റോസമ്മ എന്ന് പറയുന്നത് ഈ ഡ്രാപ്സ് ആർട്ടിസ്റ്റ് ആണ്. ഈ ഒരു പിക്ചറിലൊക്കെ കാണുന്നില്ല, ഇതേപോലെയൊക്കെ ഇങ്ങനെ എയറിലൊക്കെ കിടന്നിട്ട് കാണിക്കുന്ന ആളുകളെയാണ് ഡ്രാപ്സ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളായിരുന്നു റോസമ്മ. ആര്യ വാണ്ടഡ് ടു ഫ്ലൈ ഇൻ ദ എയർ ഫ്രം സ്വിങ് ടു സ്വിങ്. അപ്പോൾ ഒരു ഊഞ്ഞാലിൽ നിന്നും മറ്റൊരു ഊഞ്ഞാലിലേക്ക് എയറിൽ ഇങ്ങനെ പറക്കണമായിരുന്നു ആര്യക്ക്. ഹെർ ക്ലോത്ത്സ് വുഡ് ഗിൽറ്റർ ലൈക്ക് റോസമ്മാസ്. അപ്പോൾ അവളുടെ ആര്യയുടെ ഡ്രസ്സ് എങ്ങനെയായിരുന്നു? നമ്മുടെ റോസമ്മയെ പോലെ തന്നെ ഗ്ലിറ്ററൊക്കെ ആയിട്ടുള്ള ഡ്രസ്സുകളായിരുന്നു. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വുഡ് ക്ലാപ്പ് ഫോർ ഹെർ. അപ്പോൾ 100 കണക്കിന് ആളുകളാണ് റോസമ്മ ഈ സർക്കസിൽ ഇതൊക്കെ കാണിക്കുമ്പോൾ കൈയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഷി വുഡ് ഈറ്റ് കോട്ടൺ ക്യാൻഡി എവറി ഡേ. അവൾ എല്ലാ ദിവസവും കോട്ടൺ ക്യാൻഡി കഴിക്കുമായിരുന്നു. ഹെർ ബെസ്റ്റ് ഫ്രണ്ട് വുഡ് ബി എ ക്ലൗൺ. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? റോസമ്മയുടെ ഒരു കോമാളിയായിരുന്നു, ഒരു ക്ലൗൺ ആയിരുന്നു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഹൂ ഡിഡ് ആര്യ വാണ്ട് ടു ബി വെൻ ഷി വാസ് 4 years old ആൻഡ് വൈ? ആര്യക്ക് 4 വയസ്സായപ്പോൾ ആര്യക്ക് ആരാവണമെന്നായിരുന്നു ആഗ്രഹം? എന്തുകൊണ്ട് ആരാവണമെന്നായിരുന്നു? വെൻ ആര്യ വാസ് 4 years old ഷീ വാണ്ടഡ് ടു ബി റോസമ്മ എ ഡ്രാപ്സ് ആർട്ടിസ്റ്റ്. അവൾക്ക് റോസമ്മയെ പോലെ ആവണമായിരുന്നു. ആര്യ വാണ്ടഡ് ടു ഫ്ലൈ ഇൻ ദ എയർ ഫ്രം സ്വിങ് ടു സ്വിങ്. ഒരു ഊഞ്ഞാലിൽ നിന്നും ഒരു സ്വിങ്ങിൽ നിന്നും മറ്റൊരു സ്വിങ്ങിലേക്ക് ഇങ്ങനെ എയറിൽ ഇങ്ങനെ പറക്കണമായിരുന്നു. അതാണ് ആര്യയുടെ 4 വയസ്സായപ്പോഴുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വെൻ ആര്യ വാസ് 8 years old ഷീ വാണ്ടഡ് ടു ബി കൽപ്പന ചൗള. അവൾക്ക് 8 വയസ്സായപ്പോൾ അവൾക്ക് കൽപ്പന ചൗള ആവണമായിരുന്നു. ഷീ മെയ്ഡ് ഹെർ സെൽഫ് ആൻ ഓറഞ്ച് സ്പേസ് സ്യൂട്ട്. അവൾക്ക് തന്നെ അവൾ എന്ത് ചെയ്തു? ഒരു ഓറഞ്ച് സ്പേസ് സ്യൂട്ടൊക്കെ ഉണ്ടാക്കി. കൽപ്പന ചൗള ഇട്ടിട്ടുള്ള പോലെ ഒരു സ്പേസ് സ്യൂട്ടൊക്കെ ഉണ്ടാക്കി ഓറഞ്ച് കളറിൽ. ഷീ വോർ ഇറ്റ് ഡേ ആൻഡ് നൈറ്റ്. അവളത് പകലും രാത്രിയൊക്കെ അതിങ്ങനെ ഇട്ടുകൊണ്ട് നടക്കും. ആര്യ, ആരൻറ്റ് യു ഫീലിംഗ് ഹോട്ട് ഇൻ ദാറ്റ് സ്യൂട്ട്? Astronauts have to get used to the suit. Amma, space is not as safe as the earth. മൈ സ്യൂട്ട് ഈസ് പ്രൊട്ടക്റ്റ് മീ. അപ്പോൾ ആരോട് ചോദിക്കുകയാണ്, നിനക്ക് ഇതിങ്ങനെ ഇട്ട് നടന്നിട്ട് ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആരും എന്താ പറയുന്നത്? അസ്ട്രോനറ്റ്സ്, ഈ ആകാശത്ത് പോകുന്ന അസ്ട്രോനറ്റുമാരൊക്കെ ബഹിരാകാശ യാത്രികരൊക്കെ ഈ സ്യൂട്ടാണ് ഇടുന്നത് അമ്മ. കാരണം സ്പേസിൽ ഒരിക്കലും അവർ സേഫ് അല്ല, എർത്തിലെ പോലെ. അവരെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. വെൻ ആര്യ വാസ് 12 years old ഷീ വാണ്ടഡ് ടു ബി അമേലിയ എർഹാർഡ്. അവൾക്ക് 12 years ആയപ്പോൾ, 12 വയസ്സായപ്പോൾ അവൾക്ക് ആരാവണമായിരുന്നു? അമേലിയ എർഹാർഡ് ആവണമായിരുന്നു. ഷീ ബിൽഡ് എ മോഡൽ പ്ലെയിൻ ഫോർ ഹെർ സ്കൂൾ പ്രൊജക്റ്റ്. അവൾ സ്കൂൾ പ്രൊജക്റ്റിൽ ഒരു പ്ലെയിനിൻ്റെ മോഡലൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിരുന്നു. ഇറ്റ് കുഡിൻ ഫ്ലൈ ബട്ട് ഷീ സ്റ്റിൽ ഗോട്ട് ദ സെക്കൻഡ് പ്രൈസ്. പക്ഷെ എന്താണ്, അത് പറക്കൊന്നുമില്ല, പക്ഷെ അവൾക്കതിൽ സെക്കൻഡ് പ്രൈസൊക്കെ കിട്ടിയിരുന്നു. ആര്യ ഈവൻ ഗോട്ട് എ ഹെയർ കട്ട് ലൈക്ക് അമേലിയ. അങ്ങനെ ആര്യ എന്ത് ചെയ്തു? അമേലിയെ പോലെ ഹെയർ കട്ടൊക്കെ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ 8-year-old ആര്യ വാണ്ട് ടു ബി കൽപ്പന ചൗള? 8 വയസ്സായപ്പോൾ എന്തുകൊണ്ടാണ് അവൾക്ക് കൽപ്പന ചൗള ആവണമെന്ന് പറഞ്ഞത്? എന്താണ്? ആര്യ admired കൽപ്പന ചൗള so much that she made her own orange space suit and wore it day and night. അവൾക്ക് കൽപ്പന ചൗളയെ പോലെ ആവണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവൾ ഓറഞ്ച് സ്യൂട്ടൊക്കെ രാത്രിയും പകലൊക്കെ അവൾ തന്നെ ഉണ്ടാക്കിയിട്ട് ഇട്ട് നടക്കാൻ വേണ്ടി തുടങ്ങി. നെക്സ്റ്റ് നോക്കൂ, നെക്സ്റ്റ് പേജ്. സൂൺ ആര്യ ഹെഡ് ഓഫ് ആംഗുലിയ ബൈ കുമുദമ്മാൽ ആൻഡ് സർല
തക്രാൽ, ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു ഫ്ലൈ എ പ്ലെയിൻ. അതിനുശേഷമാണ് അവൾ ഈ ആംഗുലിയ ബൈയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കുമുദമ്മാൾ ആൻഡ് സർല തക്രാൽ ഇവരെ കുറിച്ചിട്ടൊക്കെ കേട്ടത്. ഇവരൊക്കെ ആരാണ്? ആദ്യമായിട്ട് വിമാനം പറത്തിയിട്ടുള്ള സ്ത്രീകളാണ്. ആംഗുലിയ ബൈ വാസ് ജസ്റ്റ് 16 years old. ഐ ക്യാൻ വെയിറ്റ് സ്റ്റിൽ ഐ ആം എ ടീനേജർ. അപ്പോൾ ആംഗുലിയ ബായ്ക്ക് 16 years ആയപ്പോൾ തന്നെ പറയുന്നത് എനിക്ക് ഈ ടീനേജ് ആവാനൊന്നും വെയിറ്റ് ചെയ്യാൻ വയ്യ. സോ യു ക്യാൻ ഡ്രൈവ്. നീ ഡ്രൈവ് ചെയ്യോ? നോ. സോ യു ക്യാൻ വോട്ട്. നീ വോട്ട് ചെയ്യോ? നോ. ദെൻ വാട്ട്? സോ ഐ ക്യാൻ ഫ്ലൈ. എനിക്ക് പറക്കാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. വെൻ ആര്യ വാസ് 18 years old, ഷീ വാണ്ടഡ് ടു ബിക്കം എ ഫൈറ്റർ പൈലറ്റ്. അങ്ങനെ ആര്യക്ക് 18 വയസ്സായപ്പോൾ അവൾക്ക് ആരാവണമായിരുന്നു? ഒരു ഫൈറ്റർ പൈലറ്റ് ആവണമായിരുന്നു. ഫൈറ്റർ പൈലറ്റ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലൊക്കെ ഉണ്ടാവില്ല വിമാനങ്ങൾ, അതിന് ഉള്ളതാണ് ഫൈറ്റർ പൈലറ്റ് എന്ന് പറയുന്നത്. Who are they ചേച്ചി? ആസ്ക് ഹെർ ലിറ്റിൽ ബ്രദർ രാജു സീയിങ് എ പോസ്റ്റർ ഓൺ ഹെർ വോൾ. അപ്പോൾ അവളുടെ ചുമരിൽ കുറച്ച് പോസ്റ്റർ കണ്ടപ്പോൾ അവളുടെ ബ്രദർ ആയിട്ടുള്ള രാജു ചോദിക്കുകയാണ്, ഇതൊക്കെ ആരാണ് ചേച്ചി എന്ന് ചോദിക്കുകയാണ്. ദേ ആർ ഭാവന, ആവണി ആൻഡ് മോഹന ആർ മോഹന ദ ഫസ്റ്റ് വുമൻ ടു ഫ്ലൈ ഫൈറ്റർ പ്ലെയിൻസ് ഇൻ ഇന്ത്യ. അപ്പോൾ പറയുകയാണ് ഇത് ഭാവന, ഇത് ആവണി, ഇത് മോഹന, ഇതൊക്കെ ആരാണ്? ഇന്ത്യയിലെ ഫൈറ്റ് പ്ലെയിൻസ് ഫ്ലൈ ചെയ്തിട്ടുള്ള സ്ത്രീകളാണെന്ന് പറയുകയാണ്. ആർ ദേ യുവർ ഫ്രണ്ട്സ്? ഇതൊക്കെ നിൻ്റെ ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിക്കുകയാണ് ആ കുട്ടി. ആരെയല്ല. അപ്പോൾ ആര് ചിരിച്ചുകൊണ്ട് പറയാണ്, മേ ബി സം ഡേ രാജു. ചിലപ്പം ഒരു ദിവസം ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട് ആവുമെന്ന് പറയാണ്. ദെൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഡിഡ് രാജു ആസ്ക് ആര്യ അബൌട്ട് ദ പോസ്റ്റർ ഓൺ ഹെർ വാൾ ആൻഡ് ഹൗ ഡിഡ് ആര്യ റെസ്പോണ്ട്? അപ്പോൾ ആര്യയുടെ ബ്രദർ ആയിട്ടുള്ള രാജു വാളിൽ പോസ്റ്റർ കണ്ടപ്പോൾ എന്താണ് ചോദിച്ചത്? അതിന് ആര്യ എന്ത് മറുപടിയാണ് കൊടുത്തത്? എന്താ വെച്ചത്? രാജു ആസ്ക്ഡ് ആര്യ ഹു ആർ ദേ. രാജു ചോദിച്ചു ഇവരൊക്കെ ആരാണ് എന്ന് ചോദിച്ചു അല്ലേ. ആര്യ റിപ്ലൈഡ് ദാറ്റ് ദേ വർ ഭാവന, ആവണി ആൻഡ് മോഹന ദ ഫസ്റ്റ് വുമൻ ടു ഫ്ലൈ ഫൈറ്റർ പ്ലെയിൻസ് ഇൻ ഇന്ത്യ. ഇവരൊക്കെ ആരാണ്? ഭാവന, ആവണി, മോഹനയാണ് ഇവരൊക്കെ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഫൈറ്റർ പ്ലെയിന് പറത്തിയിട്ടുള്ള സ്ത്രീകളാണെന്ന് പറഞ്ഞു അല്ലേ. ദെൻ ഇതാണ് പാഠഭാഗം. ഇനി കുറച്ചും കൂടെ ഉണ്ട്. ആര്യ സേവ്ഡ് അപ്പ് മണി ടു അറ്റൻഡ് ഫ്ലൈയിങ് സ്കൂൾ. ആര്യ എന്ത് ചെയ്തു? കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി ഫ്ലൈയിങ് സ്കൂളിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. ഷീ സ്പെൻഡ് ഇയേഴ്സ് സ്റ്റഡിങ്. അതിനെ അവൾ കുറച്ച് വർഷം അവിടെ പഠിച്ചു. ഷീ സാറ്റ് അലോങ് വിത്ത് പൈലറ്റ്സ് ടു ലേൺ ഫ്രം ദം. അങ്ങനെ അവൾ പൈലറ്റിൻ്റെ കൂടെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തു, എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തു. ഷീ വർക്ക്ഡ് ഹാർഡ് ആൻഡ് ഏറ്റ് എ ലോട്ട് ഓഫ് ക്യാരറ്റ്സ്. അമ്മ ഓൾവേസ് സെഡ് ക്യാരറ്റ്സ് ആർ ഗ്രേറ്റ് ഫോർ ദ ഐസ്. അപ്പോൾ അവൾ എന്ത് ചെയ്തു? നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഒരുപാട് ക്യാരറ്റ്സ് ഒക്കെ കഴിച്ചു. എന്തിനാണ് ക്യാരറ്റ്സ് കഴിച്ചത്? അവിടെ അമ്മ പറയുമായിരുന്നു കണ്ണിന് നല്ലതാണ് എന്ന് പറയുമായിരുന്നു. ഫൈനലി ഷീ ഈസ് റെഡി ടു സിറ്റ് ഇൻ ദ കോക്പിറ്റ് ഹെർസെൽഫ്. അങ്ങനെ അവസാനം അവൾ ഒറ്റയ്ക്ക് കോക്പിറ്റിൽ ഇരിക്കാൻ വേണ്ടി റെഡിയായി. ടുഡേ ഈസ് എ സ്പെഷ്യൽ ഡേ ഫോർ ആര്യ. ഇന്ന് ആര്യയ്ക്ക് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ദാറ്റ്സ് ഹെർ ഇൻ ദ കോക്പിറ്റ്. അവൾ ഇന്ന് കോക്പിറ്റിൽ ഇരിക്കുകയാണ്. കോക്പിറ്റ് പറഞ്ഞു പൈലറ്റുമാർ ഇരിക്കുന്ന സീറ്റിന് പറയുന്നതാണ്. She is very excited because there are 2 special passengers on her plane this morning. ഇന്ന് രാവിലെ അവൾക്ക് എന്താണ്? 2 സ്പെഷ്യൽ ആയിട്ടുള്ള പാസഞ്ചേഴ്സ് അവളുടെ ഫ്ലൈറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഇന്ന് വളരെ എക്സൈറ്റഡ് ആണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദിസ് ഈസ് യുവർ ക്യാപ്റ്റൻ ആര്യ, വെൽക്കം എബ്രോഡ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ പൈലറ്റുമാർ ഇങ്ങനെ അനൗൺസ് ചെയ്യും. അപ്പോൾ പറയാണ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദിസ് ഈസ് യുവർ ക്യാപ്റ്റൻ. ഇത് നിങ്ങളുടെ ക്യാപ്റ്റൻ ആരാണ്? ആര്യയാണ്. വെൽക്കം എബ്രോഡ്, വിദേശത്തേക്ക് വെൽക്കം എന്ന് പറയാണ്. ചേച്ചി, രാജു വാസ് ത്രിൽഡ്. അപ്പോൾ ചേച്ചി എന്ന് വിളിക്കുകയാണ്. ആരാ വിളിക്കുന്നത്? രാജു ആണല്ലേ. യെസ് മൈ ഡോട്ടർ, രാജുസ് മദർ ഹഗ്ഡ് ഹിം. അങ്ങനെ രാജുവിൻ്റെ മദർ പറഞ്ഞു ഇതെൻ്റെ മകളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സ്പെഷ്യൽ ഗസ്റ്റ് ആരാണ്? രാജുവും ആര്യയുടെ അമ്മയുമാണല്ലേ. ഇതാണ് പാഠഭാഗം. ഇനി ഇവിടുത്തെ ഓതറെ കുറിച്ച് പറയുന്നുണ്ട്. അബൌട്ട് ദ ഓതർ, നന്ദിത ജയരാജ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് സയൻസ് ജേർണലിസ്റ്റ് ആൻഡ് ഓതർ who co-founded the media platform thelifescience.com. അപ്പോൾ thelifescience.com എന്നുള്ള മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ co-founder ആണ്. അതുപോലെ തന്നെ ഓതറാണ്, ജേർണലിസ്റ്റ് ആണ്, ഒരു ഇൻഡിപെൻഡൻറ്റ് സയൻസ് ജേർണലിസ്റ്റ് ആണെന്ന് പറയാം. Then she is an author, co-author of many books such as Anna's Extraordinary Adventures with Weather, 31 Fantastic Adventures in Science, and most recently Lab Hopping, a Journey to Find India's Women in Science. ഇതൊക്കെ അവരുടെ എഴുതിയ ബുക്സും അതുപോലെ തന്നെ ഓതറും കൂടെയാണ് അവർ. നെക്സ്റ്റ് കുറച്ച് ഗ്ലോസറീസ് വന്നിട്ടുണ്ട്. എന്താണ് അസ്ട്രോണറ്റ്, കോക്പിറ്റ് എന്താണ്, അതുപോലെ തന്നെ ഫൈറ്റർ പൈലറ്റ്, ഗ്ലിറ്റർ, സ്പേസ് സ്യൂട്ട്, ട്രാപ്സ് ആർട്ടിസ്റ്റ്, ഇതിനൊക്കെ മീനിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി,
യു ഹാവ് റീഡ് അബൌട്ട് ആര്യാസ് ഡ്രീം. നമ്മൾ ആര്യയുടെ സ്വപ്നത്തെക്കുറിച്ച് വായിച്ചു അല്ലേ? ഡു യു ഹാവ് ഡ്രീംസ്? നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സ്വപ്നമൊക്കെ ഉണ്ടോ? വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം? റൈറ്റ് അബൌട്ട് യുവർ ഡ്രീം. നിങ്ങൾ ആ ഒരു സ്വപ്നത്തെക്കുറിച്ച് നിങ്ങളൊന്ന് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്വപ്നം ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ആയിത്തീരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞു തരാം. യെസ്, ഐ ഓൾസോ ഹാവ് എ ഡ്രീം. യെസ്, എനിക്കും അതുപോലെ ഒരു ഡ്രീം ഉണ്ട്. വെൻ ഐ ഗ്രോ അപ്പ്, ഞാൻ വളർന്നു കഴിഞ്ഞാൽ ഐ റിയലി വാണ്ട് ടു ബി എ ടീച്ചർ. എനിക്കൊരു ടീച്ചർ ആവണം. ഐ ലവ് ലേണിംഗ് ന്യൂ തിങ്സ്. എനിക്ക് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഇഷ്ടമാണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വുഡ് ബി സോ റിവാർഡിങ് ടു ഹെൽപ്പ് അതർ പീപ്പിൾ ലേൺ ടു. മാത്രമല്ല മറ്റുള്ള ആളുകളെയും ഇതുപോലെ പഠിപ്പിക്കാനും അതിൽ നിന്നുള്ള റിവാർഡും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. I could teach kids about all sort of interesting things like history, science and maths. മാത്രമല്ല ഞാൻ കുട്ടികളെയൊക്കെ പഠിപ്പിക്കും. എങ്ങനെയാണ്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഹിസ്റ്ററി, മാത്സ് ഇതൊക്കെ പഠിപ്പിക്കും. കാരണം അതൊക്കെ കുറച്ച് ബോറായിട്ടുള്ള സബ്ജക്റ്റ് ആണല്ലേ. അപ്പോൾ അതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ പഠിപ്പിക്കും. ഐ കുഡ് ഓൾസോ ഹെൽപ്പ് ദം ഡെവലപ്പ് ദെയർ ക്രിയേറ്റിവിറ്റി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽ. മാത്രമല്ല അവരുടെ ക്രിയേറ്റിവിറ്റിയും ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ എഴുതുക. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 2 ആണ്. ഹിയർ ഈസ് എ ടൈം ലൈൻ ഓഫ് ആര്യാസ് ആസ്പിറേഷൻസ് ആൻഡ് ഡ്രീംസ്. ഇവിടെ ആര്യയുടെ ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട്. ആര്യയുടെ ആസ്പിറേഷൻസും അതുപോലെ തന്നെ സ്വപ്നങ്ങളും ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ദ ടൈം ലൈൻ ആൻഡ് റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ആ ടൈം ലൈൻ കംപ്ലീറ്റ് ചെയ്യുക. അത് മാത്രമല്ല അതിനെക്കുറിച്ചിട്ട് കുറച്ച് സെൻറ്റൻസ് ആയിട്ട് എഴുതുകയും വേണം. ഫസ്റ്റ് വൺ, 4 years ഓൾഡ് ആകുമ്പോൾ എന്തായിരുന്നു? എ ഡ്രാഫ്റ്റ്സ് ആർട്ടിസ്റ്റ് ആവാനായിരുന്നു ആഗ്രഹം. 8 years ഓൾഡ് ആയപ്പോൾ അത് ആൻ ആസ്ട്രോണറ്റ് ആയിട്ട് മാറി. 12 years ഓൾഡ് ആയപ്പോൾ എ പൈലറ്റ് ആയിട്ട് മാറി. 8 years ഓൾഡ് ആയപ്പോൾ എ ഫൈറ്റർ പൈലറ്റ് ആയിട്ട് മാറി. ഓക്കെ, ഇനി ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്കൊരു പാരഗ്രാഫ് പോലെ എഴുതി കൊടുക്കാം. വെൻ ആര്യ വാസ് 4 years ഓൾഡ് ഷീ വാണ്ടഡ് ടു ബി ലൈക്ക് റോസമ്മ, എ ഡ്രാഫ്റ്റ്സ് ആർട്ടിസ്റ്റ്. അവൾക്ക് 4 വയസ്സായപ്പോൾ അവൾക്ക് ആ ഡ്രാഫ്റ്റ്സ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള റോസമ്മയെ പോലെ ആവണമെന്നായിരുന്നു. ആര്യ വാണ്ടഡ് ടു ഫ്ലൈ ഇൻ ദ എയർ ഫ്രം സ്വിംഗ് ടു സ്വിംഗ്. അവൾക്ക് അന്തരീക്ഷത്തിൽ ഒരു ഊഞ്ഞാലിൽ നിന്നും മറ്റൊരു ഊഞ്ഞാലിലേക്ക് പറക്കണമായിരുന്നു. അറ്റ് ദ ഏജ് ഓഫ് 8 ആണ് കേട്ടോ, സോറി 18 അല്ല. അറ്റ് ദ ഏജ് ഓഫ് 8 ഹെർ ഡ്രീം ചേഞ്ച്ഡ് ആൻഡ് ഷീ വാണ്ട് ടു ബി ലൈക്ക് എ ആസ്ട്രോനറ്റ് കൽപ്പന ചൗള. അവൾക്ക് 8 വയസ്സായപ്പോൾ അവൾക്ക് എന്താണ്? കൽപ്പന ചൗളയെ പോലെ ഒരു ബഹിരാകാശ യാത്രികയാവണമായിരുന്നു. അറ്റ് ദ ഏജ് 12 ഷീ വാണ്ടഡ് ടു ബി ലൈക്ക് അമേലിയ എർഹാർഡ് എ പൈലറ്റ്. അവൾക്ക് 12 വയസ്സായപ്പോൾ അവൾക്ക് അമേലിയ എർഹാർഡിൻ്റെ പോലെ ഒരു പൈലറ്റ് ആവണമായിരുന്നു. ഫൈനലി ബൈ ദ ഏജ് 18 ഷീ ലേൺഡ് അബൌട്ട് ഇന്ത്യൻ വുമൺ ഹു ഫ്ലൂ എയ്റോപ്ലെയിൻസ് ആൻഡ് വാസ് ഡിറ്റർമൈൻഡ് ടു ബിക്കം എ ഫൈറ്റർ പൈലറ്റ്. അങ്ങനെ 18 വയസ്സായപ്പോൾ അവൾക്ക് എന്താണ്? ഇന്ത്യയിൽ ഈ എയ്റോപ്ലെയിൻസ് ഒക്കെ പറത്തിയിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് മനസ്സിലാക്കുകയും അതിനുശേഷം അവൾ ഒരു ഫൈറ്റർ പൈലറ്റ് ആവണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് സ്റ്റഡിയിങ് ഷീ ഫൈനലി ബിക്കം എ പൈലറ്റ്. അങ്ങനെ ഒരുപാട് കാലത്തെ പഠനത്തിന് ശേഷം അവൾ അവസാനം ഒരു പൈലറ്റായിട്ട് മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്കിത് എഴുതി കൊടുക്കാം. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ ഒരു യൂണിറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് 3ാമത്തെ യൂണിറ്റാണ് നോക്കാനുള്ളത്. ടെൻഡർ ഷൂട്ട് എന്നുള്ള യൂണിറ്റാണ്. അപ്പോൾ ടെൻഡർ ഷൂട്ട്സ് എന്നുള്ള യൂണിറ്റിലെ ഓരോ പാഠഭാഗങ്ങളായിട്ട് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.